യിരെമ്യാവിൻ്റെ പ്രവചനം 32:17. അയ്യോ യഹോവയായ കർത്താവേ, നിന്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നീ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി. നിനക്ക് അസാധ്യമായത് ഒന്നുമില്ല. ദൈവം അബ്രഹാമിനോടും സാറായോടും യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ എന്ന് ചോദിച്ചത് കഴിഞ്ഞ ദിവസം നാം ധ്യാനിച്ചു. നമ്മുടെ പ്രാർത്ഥനകളിൽ നിരന്തരം ദൈവത്തോട് സംസാരിക്കുമ്പോൾ ആവർത്തിക്കാൻ കഴിയുന്ന ഒരു വാഗ്ദത്തമാണ് ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്നത്. യിരെമ്യാവ് ഇവിടെ അതാണ് ഉരുവിടുന്നത്. പരാജയങ്ങളിൽ മനസ്സ് ക്ഷീണിച്ചു പോകാതെ വിശ്വാസത്തോടെ ഇത് ഉരുവിടാൻ തയ്യാറാവുക. എല്ലാം എതിരാണെന്ന് തിരിച്ചറിയുമ്പോഴും ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെ വീണ്ടും ഉറക്കെ പ്രസ്താവിക്കുക. യഹൂദ്യ രാജ്യത്തിനെതിരെ ബാബിലോണ്യ സൈന്യം വന്ന് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ യുദ്ധത്തിൽ നിന്ന് ദൈവം തങ്ങളെ അത്ഭുതകരമായി രക്ഷിക്കുമെന്ന് ചിന്തിച്ചിരുന്നവരെയെല്ലാം ഭാരപ്പെടുത്തിക്കൊണ്ടാണ് യിരെമ്യാവ് ഈ രാജ്യം കൽദയർ പിടിച്ചെടുക്കുകയും ഇവിടുള്ളവർ പ്രവാസത്തിലേക്ക് പോവുകയും ചെയ്യും എന്ന് പ്രവചിച്ചത്. അതേ യിരെമ്യാവിനോട് ദൈവം അദ്ദേഹത്തിൻ്റെ ബന്ധുവിൻ്റെ കയ്യിൽ നിന്നും വസ്തു വാങ്ങി ആധാരം ചെയ്യാൻ ആവശ്യപ്പെട്ടു. അത് ചെയ്ത ശേഷം യിരെമ്യാവ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിലെ വരികളിലൊന്നാണ് ഇവിടെ നാം വായിച്ചത്. അദ്ദേഹം ദൈവത്തോടൊരു സംശയം ചോദിക്കുക കൂടെയായിരുന്നു. നഗരം പിടിക്കപ്പെടുമെങ്കിൽ അതിൽ വസ്തു വാങ്ങിയതുകൊണ്ട് എന്ത് ഗുണമാണുണ്ടാവുന്നത്? ഇതൊരു വിരുദ്ധമായ കാര്യമായി തനിക്ക് തോന്നി. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതികൾ അറിയാനുള്ള ആഗ്രഹമായിരുന്നു ഈ സംശയം ചോദിക്കുന്നതിൻ്റെ പിന്നിൽ. ദൈവം തുടർന്ന് സംഭവിക്കുന്നത് എങ്ങനെയായിരിക്കുമെന്ന് വെളിപ്പെടുത്തുന്നു. നഗരനിവാസികൾ പ്രവാസത്തിൽ പോയ അനന്തരം 70 വർഷങ്ങൾ കഴിയുമ്പോൾ സ്വാതന്ത്ര്യലബ്ധി നേടി മടങ്ങിവരും. അന്ന് യിരെമ്യാവ് ജീവനോടെ ഉണ്ടാവുകയില്ല. തൻ്റെ അനന്തരാവകാശികൾക്ക് അത് അനുഭവിക്കാൻ കഴിയും. എന്നാൽ അതിലുപരി പ്രവാചകന്റെ പ്രവൃത്തിയിലൂടെ ഈ സന്ദേശത്തിന് ദൈവം ഉറപ്പ് നൽകുകയായിരുന്നു. അതെ, നമുക്കും പ്രാർത്ഥിക്കാം. ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ നമ്മുടെ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.